വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കവിൾ, ചുണ്ട്, മുടി എന്നീ ശരീരഭാഗങ്ങളിൽ ഞാൻ ഈ പറയുന്ന 3 വ്യത്യാസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ 3 വ്യത്യാസം നമുക്ക് കൂടുന്നത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും അവർ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളതും അൺയൂഷ്വൽ ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് കോമൺ ആയിട്ടുള്ള ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ 5 ദിവസത്തിന് ശേഷം കാർഡ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അത് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിലായിരിക്കും കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി എക്സ്പെക്റ്റഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യവും കൂടി നമ്മൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. രക്തത്തിന്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ, പ്രീവിയസ് മാസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വ്യത്യാസം ഉണ്ടാവുന്ന ഏറ്റവും ആദ്യത്തെ ശരീരഭാഗമാണ് നമ്മുടെ ചീക്സ്, നമ്മുടെ കവിൾത്തടം എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ചീക്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം നമുക്ക് വിസിബിൾ ആവുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ചീക്സിൽ എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ ചീക്സ് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ചബ്ബി ആയിട്ട് വരാനായിട്ട് തുടങ്ങും. ചബ്ബി ആവുക എന്ന് പറഞ്ഞാൽ കവിള് നല്ല തുടുത്ത് വരിക എന്ന് പറയില്ലേ. ചില കുട്ടികൾ അല്ലെങ്കിൽ ചില മുതിർന്നവരുടെയൊക്കെ കവിളിൽ ഒരു തുടിപ്പുണ്ടാകും. പക്ഷെ ചിലവരുടെയൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള സ്കിന്നിനോട് തന്നെ ഒട്ടിയിരിക്കുന്ന ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇങ്ങനെ ചബ്ബി ചീക്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഉണ്ടാകുന്നതിനും ഫ്ലൂയിഡിന്റെ റിട്ടൻഷനും അതുപോലെ ചില സിറ്റുവേഷനിൽ നമുക്ക് സ്വെല്ലിംഗ് ഉണ്ടാകുന്നതും, അതായത് ചില ഭാഗങ്ങളിൽ ഒരു വീക്കം വരുന്നത് പോലെ അല്ലെങ്കിൽ ഒന്ന് വീർത്തിരിക്കുന്നത് പോലെയൊക്കെ സെൻസേഷൻ നമുക്ക് ഉണ്ടാകും. കാലിലൊക്കെ സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോൾ ഒരു വീർപ്പ് ഉണ്ടാവില്ലേ, അതുപോലുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് നമുക്ക് ഇതുപോലെ ചീക്സ് സ്വെല്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ചീക്സ് നല്ല ചബ്ബി ആയിട്ടോ നല്ല തുടുത്തിരിക്കുന്ന കവിൾത്തടം പോലെ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലുള്ള വ്യത്യാസം പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നോർമലി നമുക്ക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അങ്ങനെ ഒരുപാട് ലെവലിൽ കൂടുന്നില്ല. എല്ലാവരും നോർമൽ ലെവലിലായിരിക്കും പീരിയഡ്സ് ആകുന്നവർക്ക് ഉണ്ടാവുന്നത് കേട്ടോ. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് ഉണ്ടാകാം. അടുത്തൊരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ചിലർ പ്രഗ്നൻസി സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരുണ്ട്. ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ക്രാവിങ്സ് ഉണ്ടാവുന്നവരുണ്ടല്ലോ. ചിലർ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ ഡേറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഭയങ്കര വിശപ്പ് വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഇങ്ങനെ പെറുക്കി കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും നമ്മുടെ ചീക്സ് നന്നായിട്ട്, നമ്മുടെ കവിള് നന്നായിട്ട് തുടുത്ത് വരുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡേറ്റ് മിസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു വ്യത്യാസം മാത്രമല്ല നമ്മുടെ കവിളിൽ ഉണ്ടാവുന്നത്. ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിങ്കിഷ് എഫക്ട് നമുക്ക് ചിലപ്പോൾ സ്കിന്നിൽ ഉണ്ടാകും. അതായത് പ്രഗ്നൻസി ഗ്ലോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ. നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ നല്ലൊരു തെളിച്ചം നമുക്ക് മുഖത്ത് ഫീൽ ചെയ്യാം. അതുപോലെ റോസ് ആയിട്ട് നമ്മുടെ മുഖം നല്ല റോസ് എഫക്റ്റിൽ നല്ല തിളങ്ങി വരുന്ന ഒരു പിങ്ക് കളറിൽ, പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളർ ടോണിലോട്ട് നമ്മുടെ സ്കിന്ന് ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസമാണ് നമ്മുടെ ലിപ്സ് നന്നായിട്ട് റോസ് കളറിലായിട്ട് പോകുന്നത്. ചില ആളുകളുടെ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ തന്നെ റോസ് കളറിലാണ് പോകുന്നത്. ജന്മന ഉണ്ടാവുന്നവരുണ്ടാകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ലിപ്സ് ആയി മാറുന്നവരുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു നറിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോ നമ്മുടെ ലിപ്സിൽ ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. പ്രഗ്നൻസി ഗ്ലോ ഞാൻ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസി ഗ്ലോ കൂടുതലായിട്ടുണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്കിത് സംഭവിക്കാം. രണ്ടാമതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. പ്രഗ്നൻസി ആകുന്ന ഒരു സ്ത്രീക്ക് സ്കിന്നിലോട്ട്, നമ്മുടെ ചുണ്ടിലോട്ട് രക്തയോട്ടം കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, ചുണ്ടിലോട്ട് ഉണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ചുണ്ടിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിലോട്ടും അതുപോലെ നമ്മുടെ ബ്രസ്റ്റിലോട്ടും മാത്രമല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗത്തോട്ടും, കാലിന്റെ അങ്ങ് അറ്റത്തുള്ള വിരലിലോട്ട് വരെ ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാലും ഈ ഒരു ചേഞ്ചസ് വിസിബിൾ ആവുന്നുണ്ടാവും. പിങ്കിഷ് എഫക്റ്റിൽ നമ്മുടെ ലിപ്സ് ചേഞ്ച് ആവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് തന്നെ ഈ ഒരു വ്യത്യാസം അല്ല കേട്ടോ. ലിപ്സ് ഡ്രൈ ആയിട്ട് പൊട്ടുന്ന സിറ്റുവേഷൻസ് ചില സ്ത്രീകൾക്ക് ഉണ്ടാകാം. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. ധാരാളം വെള്ളമൊക്കെ ഈ സമയത്ത് നമ്മൾ കുടിക്കാനായിട്ട് നോക്കണം കേട്ടോ.
മൂന്നാമതായിട്ട് നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് തിക്കണായിട്ട് വരുന്നു. ഓൾറെഡി മുടിക്ക് അങ്ങനെ ഉള്ളില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ മുടി ഹെയർ ഫോൾ ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല തിക്കണായിട്ട് മുടി വളരും. ഇങ്ങനെ കൂടുതലായിട്ട് പറയാനായിട്ട് കാരണം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കാരണം പ്രഗ്നൻസി ആവുന്നതിന് മുൻപ് എനിക്ക് ഷോൾഡറിനേക്കാളും കുറച്ചും കൂടി താഴെ മുടി ഇട്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രഗ്നന്റ് ആയപ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആ ഒരു ബാക്ക് അറ്റം മുട്ടുന്ന ആ ഒരു പോർഷനിൽ വരെ മുടി നന്നായിട്ട് വളർന്നു. ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു എനിക്ക് ആ മുടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് കൂടുന്നത് കൊണ്ടാണ് കേട്ടോ ഉണ്ടാകുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ബാക്കിയുള്ള എല്ലാ ഹോർമോൺസും നമുക്ക് കൂടുവാണ്. ഒപ്പം നമ്മൾ നല്ല സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ് പോലുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും ഇതുപോലെ നമുക്ക് ഹെയർ നന്നായിട്ട് തിക്കണാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പ്രൊലാക്റ്റിൻ ഹോർമോൺ നന്നായിട്ട് കൂടുന്നതും ഹെയർ നന്നായിട്ട് തിക്കണാവുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ എല്ലാ കണ്ടീഷൻസും പ്രഗ്നൻസി ഒന്ന് കുറയും, ആ ഒരു ഹോർമോൺസ് ഒക്കെ ഒന്ന് ഡ്രോപ്പ് ആവുന്ന സമയത്ത്, ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞു പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. ചില സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് ഹെയർ ഗ്രോത്തിന് പകരം ഹെയർ ലോസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസും അതുപോലെ സ്പ്ലിറ്റൻസും നന്നായിട്ട് ഉണ്ടാകുന്നത്, മുടി വിണ്ട് കയറി പോകുന്ന സിറ്റുവേഷനും, മുടി ഇടക്ക് നമ്മുടെ ആ ഒരു നെറുകയെന്ന് പറയില്ല, ആ നെറുകയുടെ ആ പോർഷനിൽ നിന്നൊക്കെ മുടി കട്ട് ചെയ്ത് വിട്ട് പോരുന്ന സിറ്റുവേഷനും പലർക്കും ഉണ്ടാവും കേട്ടോ. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് അതുപോലെ ഹോർമോൺസിന്റെ വർക്കിംഗ് അനുസരിച്ചിട്ടും ഒക്കെയാണ് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ പ്രഗ്നൻസിയിൽ മാത്രം ഉണ്ടാകുന്ന സിംറ്റംസ് അല്ല, പക്ഷേ പ്രഗ്നൻസി ആയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വരുന്നില്ലെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിങ് പോർഷനിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനലിൽ എപ്പോഴും ഒരു ലൈവ് സെഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ കമന്റ്സിന് റിപ്ലൈ തരാനായിട്ട് പറ്റുന്നില്ല. കൈക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കൈ ഒരുപാട് അങ്ങ് ടൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മരവിപ്പും ഷോൾഡർ പെയിനും കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂറൊക്കെ ഞാൻ ലൈവ് വരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നമ്മുടെ ടാബ് നോക്കിക്കഴിഞ്ഞാൽ ലൈവ് എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഇൻറ്റിമേഷൻ കിട്ടും. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചാനൽ നോക്കുക. ചാനലിന്റെ ആ ഒരു ഫോട്ടോയുടെ ചുറ്റുമായിട്ട് റെഡ് കളറിൽ ഒരു സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിലോട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ആവും കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ററാക്ഷൻ നടത്താം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.